അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, നാം എല്ലാവരും ഖുർആൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള സന്ദർഭങ്ങളും നാം എങ്ങനെയാണ് ഖുർആനിൽ ഫോക്കസ് ചെയ്യേണ്ടതും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സൂറത്തുൽ ബഖറയുടെ തഫ്സീർ സ്റ്റാർട്ട് ചെയ്യാം. സൂറത്തുൽ ബഖറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുള്ളത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു പശുവിനെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്ലോട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു സന്ദർഭത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് പോലും ഈ സൂറയുടെ പേര് കൊടുത്തിട്ടുള്ളത്. ഇത് ഏറ്റവും ലോങ്ങസ്റ്റ് സൂറ ഓഫ് ദ ഖുറാനാണ് അല്ലേ, നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയ അധ്യായമാണ് ഖുറാനിലുള്ള. ഇതിൻ്റെ വേർച്യൂസ് അല്ലെങ്കിൽ ഉപകാരങ്ങൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 3-4 ഹദീസുകൾ നമുക്കിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഒരുപാട് ഹദീസുകളുണ്ട്, അപ്പോൾ എല്ലാം ഇവിടെ മെൻഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ആവശ്യമുള്ളത് മാത്രം പറയാം. ഈ ഒരു സൂറത്ത് റിവീൽ ചെയ്തത് പല വർഷങ്ങളായിട്ട് എന്നാണ് പറഞ്ഞത് മദീനയിൽ. മനസ്സിലായോ? അത് നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ സംസാരിക്കാം. ആദ്യത്തെ ഹദീസ് പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, എന്താണ് ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ശ്മശാനം പോലെ, അതായത് ഗ്രേവ്സ് പോലെ ആക്കരുത്, കബറുകൾ പോലെ. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെ ഉണങ്ങിക്കിടക്കുന്നല്ലേ. സോ ഖുർആൻ ഡെയിലി പാരായണം ചെയ്യാൻ, അതായത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ വീട് ഗ്രേവ് പോലെ ആയിരിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? വേറൊരു ഹദീസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ളത്, സൂറത്തുൽ ബഖറയും ആല ഇമ്രാനും ഇവ രണ്ടും അവസാന നാളിൽ, അതായത് ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് 2 മേഘങ്ങളെപ്പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടാവും. സഹ്റവൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അൽ സഹ്റവൈൻ എന്ന് പറയുന്നത് ഏതാണ്? സൂറത്തുൽ ബഖറയും സൂറത്തുൽ ആല ഇമ്രാനും. ഓക്കെ, സോ ദീസ് 2 സൂറാസ് വിൽ ഇൻറ്റർസീഡ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതുക, അതിലൊരു ബ്ലെസ്സിങ് ഉണ്ട്. ആ ബ്ലെസ്സിങ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്, സോസറേഴ്സും മജീഷ്യൻസിനും അത് പഠിക്കാൻ പറ്റില്ല. മനസ്സിലായ? അതായത് ബ്ലാക്ക് മാജിക്കും സിഹറും ചെയ്യുന്നത്, അതാണ് സോസറേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിഹർ ചെയ്യുന്നതും മാജിക് കൊണ്ട് കളിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും സൂറത്തുൽ ബഖറ മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ വേർച്യൂസ്, അതായത് എന്തൊക്കെയാണ് നമ്മൾ സൂറത്തുൽ ബഖറ ഓതിയാലുള്ള ഗുണങ്ങൾ. അത് എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഷെയ്ത്താനാണ്. വലിയ ശത്രു ഏതാണ്? നമ്മുടെ ഷെയ്ത്താൻ തന്നെ. നാം ഓരോ ദിവസവും അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ എപ്പോഴും അവിടെ ബ്ലോക്കാക്കുന്നത് ഷെയ്ത്താനാണ്. നമ്മളിപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യാൻ വിചാരിക്കുന്നത്, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ കുട്ടികൾ കരയുന്നുണ്ടാവും, അപ്പോൾ നമ്മളത് പിന്നെ ആവാമെന്ന് വിചാരിക്കും. പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടാവും, വീണ്ടും ആരെങ്കിലും വന്നു, ഒരു ഗസ്റ്റ് എന്തെങ്കിലും വന്നു, നമ്മളത് മാറ്റി വെച്ചു. അതായത് നമ്മൾ എപ്പോഴും പൊതുവെയുള്ള കാര്യമാണ്, സ്ത്രീകളുടെ എസ്പെഷ്യലി നമ്മൾ വീട്ടിലെല്ലാ കാര്യം ചെയ്തിട്ടായിരിക്കും മോസ്റ്റ്ലി ഖുർആനൊക്കെ പഠിക്കാനിരിക്കൽ. പക്ഷേ എല്ലാ വർക്ക്സും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ടയേർഡ് ആകുമ്പോഴും, ചെറിയ മക്കൾ, പാൽ കുടിക്കുന്ന മക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളതെല്ലാം പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യും അല്ലേ, പിന്നെ ആവാം എന്നുള്ള രീതിയിൽ. അത് ഷെയ്ത്താൻ തന്നെ നമ്മളെ മനസ്സിൽ തോന്നിക്കുന്ന ഒരു കാര്യമാണ്. ഷെയ്ത്താൻ നമ്മുടെ ഗ്രേറ്റസ്റ്റ് എനിമിയാണ്. സോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ജേണി, ആ ജേണിയിൽ ബ്ലോക്ക് കൊണ്ടുവരുന്ന ഷെയ്ത്താനല്ലേ. സൂറത്തുൽ ബഖറ ഓതിയാൽ ഈ എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞത്, ഖുർആൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഷിഫയാണ് ഏത് സൂറത്ത് ഓതിയാലും. സൂറത്തുൽ ബഖറയ്ക്ക് ഒരു പ്രത്യേകത എന്താണ്? അതൊരു ഷെയ്ത്താൻ ഈ വീട്ടിൽ കയറൂല എന്നാണ് പറയുന്നത്. സൂറത്തുൽ ബഖറ ഓതുന്നവർക്ക് കണ്ണേർ, അതേപോലെ ഷെയ്ത്താൻ്റെ തടസ്സങ്ങൾ, പിന്നെ വീട്ടിലെ തടസ്സങ്ങൾ, ഇതൊക്കെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് ഒറ്റയടിക്ക് ഈ 256 ആയത്തുകൾ ഓതി തീർക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. നോമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും 2 ജ്യൂസൊക്കെ ഓതും. പക്ഷേ ഡെയിലി നമുക്ക് ഒരുപാട് ടൈമൊന്നും ഇരുന്നിട്ട് 2-3 മണിക്കൂർ ഇരുന്ന് ഓതാൻ ബുദ്ധിമുട്ടാണ്. സോ ഡെയിലി ചെറിയ പോർഷൻസ് നമുക്ക് ഓതാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഫാമിലിയിലും നിങ്ങളെ ഹൗസിലും ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലേ. അത് രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ, ഏത് ടൈം ഓതിയാലും നമുക്ക് ഗുണകരമാണ്. പിന്നെ ഖുർആൻ നമുക്കൊരു ഷാഫിയാണ്, അതായത് ഇൻറ്റർസെസർ. യെസ്, നമ്മൾ എന്ത് ഖുർആൻ ഓതിക്കഴിഞ്ഞാലും നമ്മൾ ഖബറിൽ, മരണത്തിന് ശേഷം ഖബറിൽ കിടക്കുമ്പോൾ അവിടെ ഒരു ജീവിതം ഉണ്ടല്ലോ. ആ ജീവിതത്തിൽ നമുക്ക് ഖുർആൻ ഏറ്റവും നല്ല ഹാൻസം പേഴ്സണായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല സുന്ദരമായ മുഖത്തോട് കൂടിയ ഒരു മനുഷ്യനായിട്ട് വരുമെന്നാണ് പറയുന്നത്.
2 ലൈറ്റ്സാണ് സൂറത്തുൽ ബക്കറയും ആല ഇമ്രാനും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നല്ലേ, ഖിയാമത്ത് നാൾ നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഖുർആനിലെ സൂറത്തുൽ ബക്കറയും ആല ഇമ്രാനും പഠിച്ചവർക്കും ഓതിയവർക്കും 2 ക്ലൗഡായിട്ട് അത് തണലായിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. സോ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും ഓതുന്ന രീതിയിൽ നമ്മുടെ ലൈഫിൽ ഓക്കെ നമുക്കത് ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താണ് പറഞ്ഞത്, നമുക്ക് ഒരു ബക്കറ ഒരു ബ്ലെസ്സിങ് ആണെന്ന് പറഞ്ഞത്. ബിക്കോസ് നമ്മളത് വിട്ടു തള്ളിക്കളഞ്ഞാൽ നമുക്കതൊരു വിഷമമാണ്, ഒരു റിഗ്രറ്റാണ്, ഇറ്റ് ഇസ് എ സോറോ. ബിക്കോസ് ഇത് ഭയങ്കര പവർഫുൾ സൂറയാണ്. എന്തുകൊണ്ട് പവർഫുൾ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. മജീഷ്യൻസും അത് സിഹർ ചെയ്യുന്നവർക്കും സോർസറേഴ്സിനും അത് പഠിക്കാൻ പറ്റില്ല. അതൊക്കെയാണ് സൂറത്തുൽ ബക്കറ ഓതിയാലുള്ള ഗുണങ്ങളും അതിൻ്റെ ഹദീസുകളും. ഇനി നമ്മൾ മെയിനായിട്ട് ഒരു സൂറത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ തീം എന്താണെന്ന് നോക്കണം, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കണം. പണ്ഡിതന്മാർ പറയുന്നത് സൂറ ബക്കറ ഇസ് ലൈക്ക് ദ ഫേസ് ഓഫ് ദ ഖുർആൻ. മനസ്സിലായോ? അതായത് ഖുർആൻ്റെ മുഖം പോലെയാണ്. പിന്നെ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ ഒരു ബ്യൂട്ടി മാർക്ക് പോലെയാണ്. മുഖത്തൊരു ബ്യൂട്ടി മാർക്ക് ഉണ്ടാവില്ലേ, അതുപോലെയാണ് സൂറത്തുൽ ഫാത്തിഹ. അതായത് സൂറത്തുൽ ഫാത്തിഹ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും, അതിൻ്റെയും കംപ്ലീറ്റ് എക്സ്പ്ലനേഷനാണ് പോലും സൂറത്തുൽ ബക്കറ. ബിക്കോസ് ഫാത്തിഹയിൽ 7 ആയത്തുകൾ അല്ലേ, 7 ആയത്തുകൾ എന്ന് പറയുന്നത്. ആ 7 ആയത്തുകളും തൗഹീദ്, അതേപോലെ ആരാധന, അള്ളാഹുവിനെ ആരാധിക്കുന്നത്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടില്ലേ. സോ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ സൂറത്തുൽ ബക്കറയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഫാത്തിഹയിലാണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ഉള്ളടക്കമാണ് സൂറത്തുൽ ബക്കറയിലുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, തൗഹീദിനെ കുറിച്ച് മാത്രമല്ല. സോ ഇഫ് യു സീ സൂറത്തുൽ ബക്കറ ഈസ് സെറ്റ് ടു ബി എൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ സൂറത്തുൽ ഫാത്തിഹ എന്നാണ് പറയുന്നത്. ബിക്കോസ് തൗഹീദ് ഉണ്ട്, സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സൂറത്തുൽ ബക്കറയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്രോഫറ്റ്ഹുഡ്, അതായത് പല നബിമാരെ കുറിച്ചിട്ടും പിന്നെ ആദം നബീൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. പിന്നെ ഖിബ്ലയുടെ സീക്രട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ കംപ്ലീറ്റ് ഇൻഡെക്സ്, നമ്മളെ ദീനപരമായിട്ടുള്ള നമ്മൾ ഇസ്ലാമിലെ ഇൻഡെക്സ് എന്നൊക്കെ നമ്മൾ പറയും. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബുക്കിൻ്റെ മുമ്പിൽ എഴുതുന്ന ടൈറ്റിൽ, ഓരോ പാഠങ്ങൾ ടൈറ്റിലില്ലേ, അതേപോലെ കംപ്ലീറ്റ് ദീനിന് വേണ്ടിയിട്ട് ഒരു ഇൻഡെക്സാണ്. പിന്നെ എസൻസ് ഓഫ് ശരിയ, അതായത് ഇസ്ലാമിക് ലോസ് അല്ലേ, നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ നിസ, അങ്ങനെ സൂറത്തുൽ ആൽ ഇമ്രാൻ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലീഗൽ വേഴ്സസ് ഓഫ് ലോ ആണ്. സോ വേഴ്സസ് ഓഫ് ലോ അതിൽ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ എന്തായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കുമ്പോഴേ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതിൽ കംപ്ലീഷൻ ഓഫ് പ്രോഫറ്റ്ഹുഡ് ആണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പ്രോഫറ്റ്ഹുഡിലേക്ക് വരുന്നത് എന്ന് കംപ്ലീറ്റ് ആക്കുന്ന ഒരു സൂറത്തും കൂടിയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, ബിക്കോസ് ഈ സൂറത്ത് ഒരു കണക്ഷൻ ഉണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും തമ്മിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. മനസ്സിലായോ? ഈ ഒരു സൂറത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഒരു ദുആ ഉണ്ട്. ആ ദുആ സൂറത്തുൽ ബക്കറയിൽ വരുന്നുണ്ട്. മനസ്സിലായോ? അതായത് മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആളുകളെ ടോർച്ചർ ചെയ്യും, സഹാബാക്കളെയൊക്കെ ഉപദ്രവിക്കലും അവരുടെ സാധനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യലും, അവരൊരുപാട് അബ്യൂസ് സഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർഷങ്ങൾ ആ വർഷങ്ങൾ അതിൽ ഭയങ്കര കഠിനമുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ. സോ നമ്മൾ മനസ്സിലാക്കും എന്താണ് ഇതിൻ്റെ കണക്ഷൻ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ. അത് ഇബ്രാഹിം അലൈഹി സ്വലാം ദുആ ചെയ്ത ഒരു ദുആ അതിലുണ്ട്. അതായത് എനിക്ക് വരുന്ന ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമസ്കാരവും നിന്നെ അനുസരിക്കുന്ന അടിമകളാക്കണേന്ന്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. പക്ഷെ ആ ദുആ കാരണമാണ് പോലും, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ദുആ പറഞ്ഞത് കൊണ്ടാണ് പോലും പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ കണക്ഷൻ ഇവിടെ വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഒരുപാട് വിഷമങ്ങൾ ജനങ്ങൾ അണ്ടർഗോ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? സോ അവർക്കൊരു സഹാബാക്കൾക്ക് ഭയങ്കര വിഷമമാണ് പോലും, നബിയോട് ചോദിക്കും പോലും പ്ലീസ് എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുമോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്യുക, അതായത് സ്വലാ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രെയർ ആൻഡ് നിങ്ങൾ സബർ പാലിക്കാൻ. ഈ 2 തീംസും ഉണ്ട്. നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സൂറത്താണിത്. സബറും പ്രേയേഴ്സും കൊണ്ട് കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സൂറത്താണിത്.
ഇവിടെ നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു തരുന്നുണ്ട്. അതായത് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈനൽ മെസ്സഞ്ചറാണ് എന്നുള്ള കാര്യമാണ്. സോ ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് പുതിയ ഉമ്മ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പുള്ള എല്ലാ നബിമാരും ശരിയാണ്, യെസ്, തൗഹീദിൻ്റെ മെസ്സേജ് തന്നെയാണ് കൊണ്ടുവന്നത്. തൗഹീദ് എന്താണ്? ഏക ദൈവത്തിൽ വിശ്വസിക്കൽ, അല്ലേ? പങ്കു ചേർക്കാതെ ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുക. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം. സോ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈനൽ മെസ്സഞ്ചറാണ്. അതാണ് ഫസ്റ്റ് മെസ്സേജ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതലുള്ള ഉമ്മത്തുകളെല്ലാം പുതിയതാണ്. ഇറ്റ് ഈസ് എ ന്യൂ ഉമ്മ. ഒരുപാട് റൂൾസും റെഗുലേഷൻസും നിർമ്മിക്കാനുള്ള പുതിയ ഉമ്മയാണ് അത്. ആളുകൾ, ജനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് അള്ളാഹു ചൂസ് ചെയ്തു ഈ മെസ്സേജും ഈ ഒരു ഖുർആനും ആ ടൈം ഇറക്കാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടൈമല്ലേ ഇറങ്ങിയത് ആയത്തുകൾ. സോ അള്ളാഹു ചൂസ് ചെയ്ത സമയത്താണ് അത് ഇറങ്ങുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്. സോ അത് കാണിക്കുന്നതാണ് നമുക്ക്. സൂറത്തുൽ ബഖറയിലാണ് അത് റിവീൽ ചെയ്തിട്ടുള്ളതെന്ന്. അതേപോലെ മൂന്നാമത്തെ പോയിൻ്റാണ് ഖിബ്ല മക്കയിലേക്ക് തിരിക്കുന്ന ഒരു കാര്യം കൂടി ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഖിബ്ല മക്കയിലേക്ക് തിരിക്കുകയാണ്. ബിക്കോസ് ഇറ്റ് വാസ് ദ ഓൾഡസ്റ്റ് ഹൗസ് ഓഫ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ ഏറ്റവും പഴയ വീടാണ് എന്നാണ് പറയുന്നത്. ഹോൾ പേർപ്പസ് എന്താണ്? തൗഹീദ് മാത്രം ആ സ്ഥലത്ത്, ആ ലാൻഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷിർക്ക് കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കാൻ. അതായത് ഒരു ക്ലിയർ കട്ട് എന്ന് വേണം നമുക്ക് പറയാം. മനസ്സിലായോ? അവിടുന്ന് കംപ്ലീറ്റ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾക്ക് കംപ്ലീറ്റ് തൗഹീദിൽ വിശ്വസിക്കാനും ഷിർക്ക് ചെയ്യുന്നവരെ മാറ്റി നിർത്താനും പ്യൂരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഈ സൂറത്തിൽ. സോ 3 കാര്യങ്ങൾ നമ്മളെപ്പോഴും മൈൻഡിലുണ്ടാവണം. സോ ഇതെല്ലാം ബക്കറയിലുണ്ട് എന്നാണ് പറഞ്ഞത്. സോ എല്ലാ ടൈപ്പ് ഷിർക്ക് നിന്നും നമ്മൾ ലാൻഡ് ക്ലിയർ ആക്കിയിട്ട് തൗഹീദിൽ ഒന്നിച്ച് ഒരു ഉമ്മ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ്. അപ്പോൾ എന്താണ് ഈ സൂറത്തുൽ ബക്കറിൻ്റെ തൂണ്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ദുആ ഉണ്ടെന്ന്. അപ്പോൾ അതാണ് പോലും ഇതിൻ്റെ പില്ലർ സൂറത്തുൽ ബക്കറയുടെ. അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു അടയാളമാണ് ഈ സൂറത്ത്. ഓക്കെ. സോ എല്ലാ കാര്യങ്ങളും വരുന്നത് ഈ ഒരു ദുആ കഴിഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. മെയിൻ തിങ് ഈ ദുആയാണ്. പക്ഷേ എവറിത്തിങ് എൽസ് റിവോൾവ്സ് അറൗണ്ട് ഇറ്റ്. സബ്റും സ്വലയും എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ 2 ക്വാളിറ്റീസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഉണ്ടായത്. സോ ഈ ക്വാളിറ്റീസ് കാരണം തന്നെയാണ് ശരിക്കും ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു വലിയൊരു ഇമാം ആയത് എന്നാണ് പറഞ്ഞത്. ഓക്കെ. സോ ആ ഒരു ക്വാളിറ്റി കാരണം എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ആ ഒരു ടെസ്റ്റ് പാസ്സായി എന്നാണ് പറയുന്നത്. ബിക്കോസ് അദ്ദേഹത്തിനും ഒരുപാട് ട്രയൽസും ട്രൈബുലേഷൻസും ഉണ്ടായിരുന്നു. ഓക്കെ. സോ അവരൊരുപാട് വിഷമങ്ങൾ അണ്ടർഗോ ചെയ്തിട്ട് മദീനത്തേക്ക് പോകൂലേ, ആ സമയത്താണ് പോലും ഈ സൂറത്തുൽ ബക്കറ റിവീൽ ചെയ്തത് എന്നാണ് പറയുന്നത്. അവരുടെ ഒരുപാട് കഷ്ടപ്പാടുകളും എല്ലാം അവർ അണ്ടർഗോ ചെയ്തിട്ട് ഒരുപാട് സബ്ർ പാലിച്ചിട്ടും ഫൈനലി അവർക്കൊരു റിവാർഡ് പോലെയാണ് സൂറത്തുൽ ബക്കറയുടെ വേഴ്സസ് ഇറക്കിയിട്ടുള്ളത് എന്നാണ് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. ഇതൊക്കെയാണ് സൂറത്തുൽ ബക്കറയുടെ വേർച്യൂസ്, അതായത് ഇമ്പോർട്ടൻസ്. അതേപോലെ ഏത് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു സൂറത്തുൽ ബക്കർ റിവീൽ ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.